കമോൺ എവരിബഡി, ഇവിടുന്ന് പോവാം. ആര്യവേപ്പാണോ? സായന്തനം ആയല്ലോ, രാത്രിയാവറായി, പൊന്നാര പശു വയ്യാതായി. ഉള്ളു വല്ല പാമ്പ് വല്ലതും ഉണ്ടാവോ? സവാള. ഹലോ ഗൈസ്, വിജയ് ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ 6:30 ആ ഒരു സമയമാണ്. ഇന്നലെ ഞാൻ ഇവിടെയാണ് ടെൻ്റ് അടിച്ചത്. ആദ്യമായിട്ടാണ് ടെൻ്റ് അടിക്കുന്നത്. ഇത് മെയിൻ റോഡ് ഇവിടെയാണ്. ഇത് നമ്മുടെ ആദിയോഗി ഈഷ ഫൗണ്ടേഷൻ അവിടെ നിന്ന് വന്നിട്ട് കോയമ്പത്തൂർ പോകുന്ന റോഡാണ്, മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിന് സൈഡിലായിട്ട് ഞാനിതാ ഇവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോഴാണ് ഈ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ചത്. ഞാൻ പിന്നെ നേരെ പോകാമെന്ന് വിചാരിച്ചു. കോയമ്പത്തൂർ കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് പോയിട്ട് പിന്നെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നലെ ഇതിനുള്ളിലായിരുന്നു ഉറക്കം. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് കുറച്ച് നായ്ക്കളൊക്കെ വന്നിട്ട് ഇതിന് ചുറ്റുപാടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നിട്ട് കുരയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നത്തെ ഇപ്പോൾ യാത്ര ഇവിടുന്ന് പിന്നെ തഞ്ചാവൂർ റൂട്ടാണ് പോകുന്നത്. സ്ട്രൈറ്റായിട്ട് ഇപ്പോൾ തഞ്ചാവൂർ ഇന്നിപ്പോൾ എത്തുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രാ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. പോണ വഴിയിലുള്ള കാഴ്ചകൾ. ഇപ്പോൾ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. രാത്രി വന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ടെൻ്റ് അടിക്കുന്നത്. ടെൻ്റ് വാങ്ങിയിട്ടുണ്ട്, നമ്മൾ യാത്രാ സമയത്ത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ടെൻ്റ് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്രാ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. ഇവിടുന്ന് നമുക്കൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഒന്ന് സെറ്റായി ഇവിടുന്ന് പോകാൻ നോക്കാം. കണ്ടോ, ഇവനൊക്കെയാണ് ഇന്നലെ ഇവിടെ കിടന്ന് ഒറ്റുണ്ടാക്കി. ഇപ്പോൾ നമുക്ക് സൈലൻ്റായിട്ട് പോണ്. കണ്ടോ, ഇവനൊക്കെയാണ് ഇന്നലെ ഈ സൈഡിൽ കൂടെ ഒക്കെ വന്ന് കുരച്ചുകൊണ്ട് വന്നത്. നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ലെങ്കിൽ ഉപയോഗിക്കുമോ? കോൾഗേറ്റ്. ആഹാ, അടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചായയൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ബാഗിൽ കുറച്ച് സ്നാക്സ് ഉണ്ടാവും, അതും കഴിച്ച് പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് വിടാം. അയ്യോ, പാത്രമൊക്കെ എടുത്ത് പാത്രം ഒന്ന്, പിന്നെന്താ കപ്പ്, പിന്നെ അതിലാണ് ചായപ്പൊടിയും സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ പിന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായി സെറ്റ് ചെയ്തിട്ട് ചായ ഉണ്ടാക്കാം. ചായ ആയിക്കൊണ്ടിരിക്കുന്നു. ചായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചൂടുവെള്ളം കുടിച്ച് തിളപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം തിളയ്ക്കും ഈ സ്റ്റൗ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇൻഫർമേഷൻ വീഡിയോ, ട്രാവലിന് ആവശ്യമായ കുക്കിംഗ് സ്മോൾ മിനി ഗ്യാസ് സ്റ്റൗ, നമ്മളൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. ചായ ഇതാ വെള്ളം തിളച്ചു കേട്ടോ. ചായ ആയി. ഓക്കെ, ഊട്ടി വർക്കില്ലേ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങി. അപ്പോൾ അതും കട്ടൻ ചായയും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് മൊത്തം പാക്ക് ചെയ്തിട്ട് മെല്ലെ ഇവിടെ നിന്ന് വിടണം. എന്നിട്ട് നമുക്ക് പോണ വഴിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്. തഞ്ചാവൂർ ഇവിടുന്ന് 280 എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ ഒറ്റ പോക്കിന് ഇപ്പോൾ എന്തായാലും പോയില്ല. അപ്പോൾ പിന്നെ വീഡിയോ കാഴ്ചകളൊന്നും ഇല്ലല്ലോ, വെറും റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത എന്തെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇനി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റിയാലോ ടെൻ്റൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ യാത്ര ഉണ്ടാവുക. ഓക്കെ, ഫാസ്റ്റ് കാലത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞില്ല. അങ്ങനെ ടെൻ്റ് അടിക്കാനല്ല, ടെൻ്റ് അഴിക്കാൻ പോവുക.
ഇത് ഇവിടെ ചെറിയൊരു ഇരുട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പുറത്തെ കടയുടെ വെളിച്ചൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഇവിടെ ചെറിയൊരു ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെൻ്റ് അടിക്കാൻ നേരത്ത് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ പറ്റി കുറച്ച് ടൈമായി. ടെൻ്റ് അഴിച്ചെടുക്കാൻ പണിയില്ല, പിന്നെ ഇത് ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ടൈം. ടെൻ്റ് അഴിക്കാൻ പണിയൊന്നുമില്ല. ഞാൻ ഇങ്ങനൊരു സ്ഥലം പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ടെൻ്റ് അടിക്കുന്നൊന്നും കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടി. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ബഡ്ജറ്റ് നമ്മളിപ്പോൾ വലിയ ലക്ഷങ്ങളുണ്ടായിട്ടൊന്നുമല്ല കയ്യിൽ. ചിലരൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഇവരിങ്ങനെ അടിച്ച് പൊളിക്കുക തന്നെ, എത്ര പൈസ പൊടിക്കണേ, അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാവും, അല്ല അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹമാണ് പ്രധാനം, അല്ലാതെ കുറേ പൈസ ഉള്ളവന് എല്ലാവരും ഇപ്പോൾ ട്രാവൽ ചെയ്യുമോ? ഇല്ല, നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുന്നു. അല്ല അതിന് പതിനായിരങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഈ ടെൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. ടെൻറ്റിൻ്റെ റേറ്റ്, ഇതെങ്ങനെയൊക്കെയാണിത് സെറ്റ് ചെയ്യണത്, കാര്യങ്ങളൊക്കെ. ഇത് മടക്കി ആ ബാഗിൽ വെക്കാനാണ് പണി. ആരുടെ അവിടെ എയർ കുടുങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാവും. അതേപോലെ ആ മിനി ഗ്യാസ് സ്റ്റവിൻ്റെ വീഡിയോ, അതും നമ്മൾ ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ പോലെ നമുക്കൊരു ട്രാവലിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവം പോലെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ഈ ബാഗ് വാങ്ങിയതിന് ശേഷം ഇതിപ്പോൾ ഫിറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ഫ്രെയിം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കൂടി സെറ്റായിട്ട് നിൽക്കും. അല്ല ഇത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഫ്രെയിം ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റാവും. ഈ ബാഗ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഐഡിയ ഇല്ലാതെ. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ടെൻ്റൊക്കെ നമ്മൾ അഴിച്ചത്, ഇവിടെയായിരുന്നു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ലൊക്കേഷൻ, അടുത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളം, ടോയ്ലറ്റ് പോക്കൊക്കെ നമ്മൾ കൂടുതലും പെട്രോൾ പമ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് വിടാം. ടെൻ്റ് അടിച്ച സ്ഥലമേ നിനക്ക് വിടാം. അങ്ങനെ അവിടുന്ന് ഇറങ്ങി മാടമ്പട്ടി എന്നുള്ളൊരു സ്ഥലം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഷോർട്ട് വീഡിയോ കൊടുത്തു. ആ ഒരു പേര് കൗതുകം തോന്നിയിട്ട് അവിടുന്ന് ഇനി കോയമ്പത്തൂരേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ റൂട്ട് വഴിയാണ്. കോയമ്പത്തൂർ മെയിൻ സെൻറ്റർ ടച്ച് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ആ ഒരു റൂട്ടിലാണ് നമ്മളിനി കരൂർ വഴിയൊക്കെയാണ് പോകുന്നത്. കരൂർ മറ്റേ വിജയ് സമ്മേളനമൊക്കെ നടത്തി കുറച്ച് ആൾക്കാർക്ക് മരിച്ചില്ല, ആ ഒരു പ്ലേസാണ്. ഓക്കെ, മുന്നോട്ട് പോവാം. ചെറിയ രീതിയിൽ വെയിലൊക്കെ ആയി, സമയം 8 മണി കഴിയുന്നു. ഞാൻ കോയമ്പത്തൂർ റോഡിന് വന്നപ്പോഴേ ഇവിടെ ഒരു അമ്പലത്തിലെന്തോ ഒരു ചടങ്ങാ തോന്നണം. ഇങ്ങനെ വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഓരോ ചടങ്ങ്. അത് കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയതാണ്. അങ്ങനെ ചിന്നകുളം വളംകുളം എന്നൊരു കുളത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് വിട്ട് പിന്നെ ഒരു ബ്രിഡ്ജൊക്കെ കയറി പിന്നെ നമ്മൾ തഞ്ചാവൂർ കരൂർ ആ റൂട്ട് പോകുന്ന റൂട്ടിൻ്റെ സൈഡിലായിട്ട് വളംകുളം. ഇവിടെ ആൾക്കാർ മീൻ പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. മീനൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നണേ. നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ ആ ചെടി ഉണ്ടെന്നേ ഉള്ളൂ, മറ്റേ വല്ലാതെ പ്ലാസ്റ്റിക്കോ കച്ചറയൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു കുളം. കുറച്ച് നേരം ഇവിടെ അങ്ങോട്ട് ഇരിക്കാം. റോഡ് സൈഡിൽ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ നല്ല ബ്ലോക്ക്. അയ്യോ, കോയമ്പത്തൂർ ആ ടൗൺ ഏരിയയിൽ നിന്നൊക്കെ വലിയ റോഡുകളും വലിയ ടൗണും ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങൊക്കെ റോഡുകളും. അവിടെ നിന്നൊന്ന് ഈ ഒരു റോഡിന് എത്താൻ പറ്റത് കാരണം രാവിലെ അല്ലേ, ജോലിക്ക് പോണവരും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. എത്ര ബൈക്കുകളാണെന്നറിയോ? എനിക്ക് തോന്നുന്നു ബൈക്കുകളാണ് കൂടുതൽ. അല്ല, ഈ ഒരു ബ്ലോക്കിൽ ബൈക്കുകളൊക്കെയാണ് നല്ലത്. അങ്ങനെ എടുത്ത് പോവുക, പെട്ടെന്ന് വണ്ടികൾ ഇങ്ങനെ പോകുക തന്നെ, എവിടെയും ഡിലേ ഇല്ല. മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വട്ടത്തോണി. പ്ലാസ്റ്റിക് തന്നെ ആവും. പ്ലാസ്റ്റിക് അല്ല, മറ്റേ വേറെ ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടല്ലോ. അല്ല, ഈ ഒരു ലൊക്കേഷൻ വീട് എന്തായാലും പമ്പിലൊക്കെ ഒന്ന് കയറണം, നമുക്ക് വെള്ളം സ്റ്റോക്ക് ചെയ്യണം. പിന്നെ അവിടുന്ന് സ്ട്രൈറ്റ് രാവിലത്തെ കട്ടൻ ചായയുടെ മൈലേജൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഒന്ന് സൈഡാക്കി, ഒരു ബാക്കിൽ സൈഡാക്കി ഒരു പപ്സ് ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി മൈലേജ് കിട്ടില്ല. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു.
ഇനി എവിടേക്ക്? അങ്ങനെ കുറേ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചതിന് ശേഷം പല്ലടം എന്നൊരു സ്ഥലത്ത് എത്താറായി. ഇനി ഒരു 10 കിലോമീറ്റർ ഉള്ളൂ പല്ലടത്തേക്ക്. ഞാൻ പിന്നെ റോഡ് വ്യൂ അധികം എടുക്കാതെ തന്നെ, റോഡ് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു വില്ലേജ് ഏരിയയിലേക്കൊക്കെ ഒന്ന് വണ്ടി എടുക്കണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെ സ്ഥലം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്, കമ്പിയിലേക്ക് കെട്ടിയിട്ട്. അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളൂ. മണ്ണിൻ്റെ കളർ നോക്ക്, നല്ല ഇഷ്ടിക കളറ്, നല്ല കളറായിട്ടുള്ളൊരു മണ്ണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് സൈഡാക്കിയതാണ്. ഇതാണ് റോഡൊക്കെ നല്ല റോഡാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ വണ്ടികൾ അതിനനുസരിച്ച് വണ്ടികളുണ്ട് ഈ റൂട്ട്. പിന്നെ അപ്പോൾ അടുത്ത് പല്ലടം, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കരൂർ. ഇന്നിപ്പോൾ തഞ്ചാവൂർ ഇന്നിപ്പോൾ എത്തുമോയെന്നറിയില്ല. നമുക്കങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിർത്തി പോകുമ്പോൾ തഞ്ചാവൂർ ഇന്നിപ്പോൾ എത്തുമെന്നുള്ളൊരു ഡൗട്ടാണ്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോവാം. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം പല്ലടം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ട്. റോഡ് സൈഡിൽ തന്നെ ആയിട്ട് ഇതാ സവാള കൃഷിയാണ് കേട്ടോ ഇതൊക്കെ. ഉള്ളി ഞാൻ പെട്ടെന്ന് ആദ്യം കണ്ടപ്പോൾ നെല്ല വിചാരിച്ചു. പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോഴാണ് അതിൻ്റെ ആ പൂവൊക്കെ കണ്ടപ്പോൾ ഉള്ളിയാണെന്ന് മനസ്സിലായത്. ഇത് കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. റോഡ് സൈഡിൽ തന്നെയാണിത്, ഹൈവേ ഉണ്ടല്ലേ, NH 81. കോവിൽപ്പാളയം, ചെട്ടിപ്പാളയം, അങ്ങനെ എന്തൊക്കെ സ്ഥലങ്ങളാണ്. തഞ്ചാവൂർക്ക് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 209 കിലോമീറ്ററാണ്. വേറെ ഏതൊക്കെ അലകുമലൈ 5, പിന്നെ ഇങ്ങോട്ടും നാഗപട്ടണം സ്ട്രൈറ്റ് തന്നെയാണ് 298, കൊടുവായി 5 കിലോമീറ്റർ. അലകുമലൈ എന്താണാവോ, പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണോ ഒന്ന് നോക്കണോ? ആദ്യം ഇവിടുന്ന് പോയിട്ട് അതൊരു ചെറിയൊരു കുന്നിൻ്റെ മേലെ ഒരു അമ്പലമാണ്. അങ്ങോട്ടേക്ക് പോണില്ല, കാരണം ഈ നട്ടുച്ചയ്ക്ക് അവിടെ ഉള്ളവരെ ഏതാണ് ഈ പ്രാന്ത് നട്ടുച്ചയ്ക്ക് ഇതിൻ്റെ മേലെ കയറി. ചെറിയൊരു അമ്പലമാണ്. ഓക്കെ, സ്ട്രൈറ്റ്. ഒന്ന് സൈഡാക്കി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. റോഡ് അവിടെ മെയിൻ റോഡ് അവിടെ NH 81. അവിടെ നിന്ന് കട്ടെ ഒരു പറമ്പിൻ്റെ അവിടെ ഒരു കടയുടെ ബാക്കിലായിട്ടേ, കടയൊക്കെ ക്ലോസ്ഡാണ്. അവിടെ എങ്ങനെയായിട്ട് സൈഡാക്കി അവിടെ തുണിയായിട്ട് വെച്ച് കിടന്ന് ഉറങ്ങിയാലോ. അങ്ങനെ ഒരു സ്ഥലം. ഇതെന്താണ്? ഇവിടെ ഒരു പണ്ടത്തെ പാമ്പിൻ്റെ ഇതുപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ പാമ്പ് വല്ലതും ഉണ്ടാവുമോ? കണ്ടില്ലേ നമുക്ക് ഓരോ മാളങ്ങളൊക്കെ ആയിട്ട് ഉള്ള വല്ല പാമ്പ് വല്ലതും ഉണ്ടാവുമോ? പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇങ്ങനെ ഓരോ ഇത് കണ്ടിട്ടില്ലേ, ഓരോ ഇതിലൊക്കെ കൂടുതലും സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള ഓരോന്നിലൊക്കെ പാമ്പൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ പൂജയൊക്കെ വെച്ചിട്ട്. ഇവിടെ പൂജയൊന്നുമില്ല. അപ്പം അങ്ങനെ അവിടെ നിന്ന് സൈഡാക്കി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. കസേരയൊക്കെ ഉണ്ട് അവിടെ, കസേരയൊക്കെ ഉണ്ട്. ഇനി കസേര ഇല്ല പറയണ്ട. അയ്യോ, ഇതൊക്കെ പൊട്ടി കസേര. വിശ്രമം. ജ്യൂസും പപ്സും കഴിക്കാൻ കയറിയപ്പോൾ കടല വാങ്ങിയത്. ഇതിന് കുറച്ച് തിന്നാം. ഏതോ ഒരു സ്ഥലം അങ്ങനെ കുറേ ഈ ഭാഗത്തൊന്നും വലിയ കൃഷിക്കൊന്നും വലിയ ഇതൊന്നുമില്ല. നേരത്തെ ഒരു ഇതുണ്ട്, ഉള്ളി കൃഷി. അത് കുറേ പറമ്പുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് കൃഷി വേണ്ടി കാര്യമാണ്. പക്ഷേ ആ പൊള്ളാച്ചി റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ നല്ല തെങ്ങും തോപ്പും നല്ല വാഴയും മറ്റ് കാബേജും അങ്ങനെയൊക്കെ ആയിട്ട് ചോളം അങ്ങനെയുള്ള കാഴ്ചയൊക്കെ ആയിട്ട് നല്ല കൃഷി അന്തരീക്ഷത്തിലൂടെ പോകുമ്പോഴേ അവിടുത്തെ വളത്തിൻ്റെയൊക്കെ മണവും നല്ലൊരു വൈബ് അവിടെ. അങ്ങനെ ആ റൂട്ട് പോകുമ്പോൾ തക്കാളി കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത്. പക്ഷേ ഈ ഒരു റൂട്ട് അങ്ങനെ വലിയ കൃഷിയൊന്നുമില്ല. ചിലപ്പോൾ ഉള്ളേരിയയിലുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇവിടെയൊക്കെ കുറേ പറമ്പുകളൊക്കെ ഒഴിഞ്ഞെടുക്കുന്നു ഒന്നും ചെയ്യാതെ.
എന്തോ ചിലപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവില്ല. ഇനിയിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആവുമോ? കാലക്രമേണ വല്ല ഫാക്ടറികൾ വരാനോ അങ്ങനെ വല്ലതാവും. കുറച്ചിട്ട് ഇവിടെ ഇരിക്കുക, പോവുക. അപ്പോൾ കമോൺ എവരിബഡി, ഇവിടുന്ന് പോവാം. റൈറ്റ് തന്നെ റോഡ്, ഒറ്റ റോഡാണ് റൈറ്റ്. അധികം കൺഫ്യൂഷനൊന്നും ഇല്ല, ഗൂഗിൾ മാപ്പൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കരൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. കടന്ന പാടുള്ളൊരു റോഡാണിത്. ഇവിടുന്ന് ഇതാ സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ, ഒരു രക്ഷയില്ല. റോഡൊക്കെ സൂപ്പറാണ്, പക്ഷേ ഒന്ന് സൈഡാക്കിയിട്ട് തണൽമരത്തുമ്പോൾ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കെ കമ്പിവേലി കെട്ടി മറിച്ച് വെച്ചിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് സൈഡ് ഇരിക്കുക, എല്ലാ പറമ്പുകളും ഒട്ടുമിക്ക പറമ്പുകളും കമ്പിവേലിയൊക്കെ കെട്ടി ഇങ്ങനെ മറിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ കണ്ടില്ല, അവിടെ കണ്ടില്ലേ മറ്റേ ഫാന്, എന്താ വെച്ചിട്ടാ ഫാൻ കണ്ടില്ലേ? കാണാനില്ലേ ലോങ്ങായിട്ട്? അവിടെയൊക്കെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലുണ്ട്. തമിഴ്നാട് സർക്കാരേ ഇവിടുത്തെ ആളുകൾക്ക് ചൂട് കാലത്ത് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടേ അതൊന്നും അല്ല കേട്ടോ, അത് കാറ്റാടി യന്ത്രമാണ്, കറണ്ട് ഉണ്ടാക്കുന്നത്. കേരളത്തിലപ്പോൾ കാറ്റാടി യന്ത്രമൊന്നും ഇല്ലാണ്. അവിടെ പിന്നെ വെള്ളം ഉണ്ടല്ലോ അല്ലേ, അല്ല ഒരുപാട് പുഴകളും ഡാമുകളൊക്കെ ഉള്ള കാരണം വെള്ളത്തിലൂടെയാണ് കൂടുതലും കറണ്ട് ഉണ്ടാക്കുന്നത്. അവിടെ അതിനുള്ള സാധ്യതയാണ് കൂടുതൽ, അതുകൊണ്ടായിരിക്കും. ഇവിടെ പിന്നെ ഒട്ടുമിക്ക സ്ഥലത്തും അങ്ങനെ റോഡ് സൈഡിൽ കാണാം അങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്കിതാ മുന്നോട്ട് പോവാം. എന്താ റോഡ്, സൈഡിലൊക്കെ ഉണ്ടല്ലോ സൈഡ് വ്യൂ. ലെവൽ വെച്ചിട്ടേ ഇങ്ങനെ പോവാ, ഒരു കുഴപ്പമില്ല. ഒന്നും കൂടി ഒന്ന് സൈഡാക്കി. എന്താ ചൂട് വെച്ചിട്ടാ. ഞാൻ പിന്നെ വല്ലാതെ ചൂടറിയാത്തത് ഈ ഒരു ജാക്കറ്റ് സൺസ്ക്രീൻ ജാക്കറ്റാണ്, അതുകൊണ്ട് വലിയ ചൂട് അറിയണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വെയിലും മുഖത്തേക്ക് അടിക്കണതൊക്കെ നോക്കുമ്പോൾ നല്ല ചൂടുള്ള പോലെ. പിന്നെ ഇപ്പോൾ സമയം 2:30 മണിയായി, അടുത്ത വിശപ്പായി, വിശക്കുന്നു. ഇനി പോണ വഴി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ ഇനി തഞ്ചാവൂരിലേക്ക് 165 കിലോമീറ്ററാണ് കേട്ടോ, 165 കിലോമീറ്റർ. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ 165 കിലോമീറ്റർ എത്തുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമുള്ളതല്ല. സമയമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാൻ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഇതേപോലെ നിർത്തിയ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെയല്ല ഞാൻ കൂടുതൽ പോകാറ്. അതുകൊണ്ടാണ് വല്ലാതെ സമയം കൂടുതൽ എടുക്കാറ്. ഇതിപ്പോൾ കൂടുതലും ഇന്ന് എന്തായാലും തഞ്ചാവൂർ എത്താൻ നോക്കാം, അതാവും ബെറ്റർ. എന്നാൽ പിന്നെ നാളെ തഞ്ചാവൂർ മൊത്തത്തിലൊന്ന് കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം തിരിക്കുന്ന രീതിയിൽ അടുത്തൊരു ലൊക്കേഷനിലേക്ക്. ഓക്കെ, മുന്നോട്ട് പോവാം. എന്തെങ്കിലും കഴിക്കണം, ഉറക്കം വരും. ഇന്നലെ ടെൻ്റ് അടിച്ച് തുടങ്ങി, ആദ്യമായിട്ട് ഇന്നലെ ടെൻ്റ് അടിച്ചത്. ഇന്നലത്തെ യാത്ര പിന്നെ ഈഷ ഫൗണ്ടേഷൻ, നമ്മുടെ ആദിയോഗി, അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടം വരെയുള്ള വീഡിയോ ആയിരുന്നു. കേരള ടു കോയമ്പത്തൂർ ഈഷ വരെയുള്ള യാത്രയായിരുന്നു. പിന്നെ അവിടുന്ന് കട്ട് ചെയ്ത് നമ്മളിങ്ങോട്ട് തഞ്ചാവൂർ യാത്രയിലാണല്ലോ. അതാണ് ഇതിപ്പോൾ 2ാമത്തെ ദിവസം. ഓക്കെ, മുന്നോട്ട് പോവാം. അങ്ങനെ കുറച്ച് ദൂരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ക്ഷീണിച്ച് കുഴഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കാമെന്ന് വിചാരിച്ചൊരു മരത്തണൽ കണ്ട്, ഇതെന്തത് ആര്യവേപ്പാണോ? എന്താ വലിയ മരം. അയ്യോ, പശു ഒന്ന് മാറിക്കിടക്ക്, ഞാനിവിടെ ഒന്ന് കിടക്കട്ടെ. അയ്യോ പശു, അയ്യോ വയ്യാട്ടാ. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ വല്ലാതെ മരങ്ങൾ. ഇവിടെ എന്ത് തണലാ, ഒരു പശു ഉണ്ട് അവിടെ. പശു എൻ്റെ സ്ഥലത്ത് കയറി നീ ഇവിടെ വന്ന് കെടുക്കുമല്ലടാ. പൊന്നാര പശു വയ്യാതായി. നല്ല റോഡ്, നല്ല റൂട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഒന്ന് സൈഡാക്കിയിട്ടൊരു തണൽ മരത്തിൽ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഒക്കെ പറമ്പൊക്കെ കമ്പിവേലി കെട്ടി മറച്ച് വെച്ചിരിക്കുക, കിടക്കാതിരിക്കാൻ വേണ്ടി. ഇവിടെ മാത്രം ഒരു ഓപ്പണായിട്ട് കണ്ട്. എന്താണാവോ, വല്ല സെമിത്തേരി ആണോ? അല്ല, ഒന്നും നോക്കണ്ട.
ഇവിടെ കുറച്ച് നേരം കിടക്കാം. വണ്ടി അവിടെ. നല്ല സ്ഥലം. പശു ഒന്ന് മാറിക്കിടക്ക്, അല്ല മാറിയിരിക്ക്. അയ്യോ അയ്യോ എന്ത് സുഖം, ഒരിരട്ട പ്രസവിച്ച സുഖം. നല്ല കാറ്റ്. മരം നോക്ക്, മരം കണ്ട, ഇവിടെ കണ്ട പശു. പശു അറിയണേ, നീ ഏതാടാ, നീ എവിടെ നിന്ന് വന്നടാ? നിനക്ക് വേറെ സ്ഥലമൊന്നും കണ്ടില്ലടോ ഇവിടെ വന്നിട്ട് വണ്ടാറടക്കാൻ. എന്ത് സുഖം. ഇവിടെ ഒരു അരമണിക്കൂർ വിശ്രമിച്ചിട്ടേ ഇനി പോവുള്ളൂ. പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ച് കടലയൊക്കെ തിന്ന് സമയം 2:30 കഴിഞ്ഞ്. വണ്ടി ഇങ്ങോട്ട് ഇറക്കായിരുന്നു. കുഴപ്പമില്ല, അത്ര വെയിലൊന്നുമില്ല. ഇനിയിപ്പോൾ 3 മണി ആവാറായില്ലേ, വെയിൽ ചൂട് കുറഞ്ഞു. എന്ത് സുഖം. അയ്യാ പശു നോക്കുന്നുണ്ട്. ഇവിടെ കിടന്നപ്പോൾ ഒരു കാര്യം ആലോചിച്ച്, നൈറ്റൊക്കെ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലം നോക്കിയത്. ഒരു ഗ്രൗണ്ടാണ്, ഒരു പറമ്പ്. ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നല്ല തണലുള്ള ഒരു ഏരിയ. എന്താ ചെയ്യുക. ഇന്നലെ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലം കിട്ടിയത്. അതെന്തോ ഒരു ഭാഗ്യം. ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ തോന്നി, അവിടെ അടിക്കാം അങ്ങനെ ഒന്നും നോക്കിയില്ല, അവിടെ സെറ്റ് ചെയ്തു. ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടാം. ഒരു വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആകുമ്പോൾ ടെൻ്റ് അടിക്കുക. ഒരു 6 മണി, അല്ലാതെ ഇരുട്ടൊക്കെ ആവുന്നതിന് മുമ്പ് വന്ന് ടെൻ്റ് അടിച്ച് സെറ്റായി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് എന്നിട്ട് കിടന്നുറങ്ങുക. രാവിലെ നേരത്തെ എണീക്കുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കാത്ത സ്വപ്നം എന്നല്ല. അയ്യോ കണ്ടാ, കരക്കടിഞ്ഞ മീനെ പോലെ കിടക്കുന്ന കണ്ടാ. ഒച്ചപ്പാടുണ്ടാക്കണ്ട, ആൾക്കാർ ഓടി വരും. ഇവിടെ കിടന്നിട്ട് അറിഞ്ഞിട്ട്. ഇവിടെ വീടൊക്കെ കുറേ അപ്പുറത്താ. വീടൊക്കെ കണ്ടില്ലേ, കുറേ അപ്പുറത്തുണ്ട് വീടുകൾ. ഈ പശുവിൻ്റെ ഉടമസ്ഥനായിട്ട് ഇപ്പോൾ ഓടി വരും. പശുവിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകും ആരെങ്കിലും വന്നതാ വിചാരിച്ചിട്ട്. ഒരു 3:30 പോവുക, അതാ നല്ലത്. എന്നിട്ട് വല്ലത് ഫുഡൊക്കെ കഴിച്ച് എന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് എനർജി ആവും. ഇവിടുന്ന് ഒരു 60% എനർജി ആവും. പിന്നെ ഫുഡ് കഴിച്ചാൽ ബാക്കി ഒരു 40%, അങ്ങനെ ഒരു 100% എനർജി ആയാൽ ബാക്കി സ്ട്രൈറ്റ് തഞ്ചാവൂർ ആണെങ്കിൽ തഞ്ചാവൂർ, അല്ലെങ്കിൽ തിരുച്ചിത്രപ്പള്ളിയോ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒന്നെങ്കിൽ അവിടെ. അവിടുന്ന് പിന്നെ അതില്ല തഞ്ചാവൂരിലേക്ക്. നോക്കട്ടെ, കുറച്ച് നേരം കൂടി. അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം നല്ല കാറ്റൊക്കെ. നോക്കിയൊരു ലൊക്കേഷൻ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് എടുക്കുകയാണെങ്കിൽ സെറ്റാവും. അപ്പോൾ പശു അവിടെ സൈഡായി. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് പോവുകയാണ്. മോളെ ഉറക്കത്തില്ല, അയവറക്കാണ്. ഞാൻ പോയിട്ട് നല്ല മരം, റോഡ് സൈഡ്, നല്ല ലൊക്കേഷൻ. വീട് മുന്നോട്ട് റോഡ് കണ്ടില്ല. റോഡ് എത്ര കിലോമീറ്ററായി, 100-ൽ കൂടുതൽ കിലോമീറ്ററായിട്ടും ഈ ഒരു റോഡ് തന്നെയാണ്. കോയമ്പത്തൂർ മാത്രം ഇച്ചിരി ഒരു ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് സിറ്റിയിൽ നിന്ന് കിട്ടുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതന്നെ റോഡ്. കുളത്തുപാളയോ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. കരൂരെത്താറായി. അങ്ങനെ ഒന്ന് സൈഡാക്കി, കരൂരെത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് സൈഡാക്കിയിട്ട് ഒരു ബിരിയാണി. കുഴപ്പമില്ല. ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി എല്ല് അതല്ല ഉദ്ദേശിച്ച്, ഇത് കഴിച്ചിട്ട് ബാക്കി യാത്ര. റൈസ് കുഴപ്പമില്ല. ചിക്കൻ ഇവിടെയൊക്കെ എങ്ങനെ വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നോർത്തിലൊക്കെ കൂടുതലും ചിക്കനൊക്കെ വല്ല മസാല മുക്കിയ പോലെ, വല്ല മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയ പോലെ അങ്ങനെ അത്രയും മസാല ഉണ്ടാവുള്ളൂ. വല്ലാതെ മസാലയൊന്നും ഇവർ തേക്കില്ല. അതുകൊണ്ട് നമുക്ക് വലിയ എന്താ പറയുക, ഒരു പച്ച ചിക്കൻ തിന്നണ പോലെ ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെത്. ദേ വരുന്നു ഒരു ട്രെയിൻ.
അത് ചെറിയ ട്രെയിനാണല്ലോ. അങ്ങനെ സമയം 5:20 കുറച്ച് ദൂരം കൂടി ഡ്രൈവ് ചെയ്ത് വീണ്ടും ഒരു NH-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 120 കിലോമീറ്റർ തഞ്ചാവൂർ. ഇനി അതിന് മുന്നേ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്ന സൈഡ് ആവുകയാണെങ്കിൽ തിരുച്ചിത്രപ്പള്ളിയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങനൊരു ലൊക്കേഷൻ, വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ സ്റ്റേ ചെയ്യണം. അപ്പം ഇവിടുന്ന് ഇനി 120 കിലോമീറ്റർ തഞ്ചാവൂർക്കുള്ളൂ. ഇത് ഞാനൊന്ന് സൈഡാക്കിയതാണ്. ഒന്നുമില്ല, വെറും റോഡ് കാടൊക്കെ തന്നെ. സൂര്യൻ എവിടെയാണ്, ഈവനിങ് ആയി, ഇനി ഇരുട്ടാവും. 120 കിലോമീറ്റർ നോക്കട്ടെ. സായന്തനം ആയല്ലോ, രാത്രിയാവറായി. ഒരു സൂര്യാസ്തമയം. സൂര്യാസ്തമയം. അങ്ങനെ കുറച്ച് കിലോമീറ്ററോട് ചേർന്ന് ഞാനേ ഈ ഒരു ക്യാനിൽ കുറച്ച് വെള്ളം പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പിന്നെ വെള്ളം കുറച്ചേ ഉള്ളൂ. ചിലപ്പോൾ റൂം എടുക്കും, കാരണം നമുക്ക് ചാർജിങ് സംവിധാനങ്ങളെ നമ്മൾ ഈ ബൈക്കിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ടേ. അപ്പോൾ മിക്കവാറും റൂം എടുക്കേണ്ടി വരും. ഓക്കെ, അവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് വെള്ളം. അപ്പോൾ അവിടെ ഒരാൾ വെള്ളം പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് കുടിക്കാൻ പറ്റുമോ ചോദിച്ചു. കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് വെള്ളം പിടിക്കാം. ഈ ക്യാനിൽ എന്തായാലും വെള്ളം ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അവിടുന്ന് വെള്ളം പിടിച്ച്, വെള്ളം കുഴപ്പമില്ല. പിന്നെ എന്ത്, ചത്താ പച്ച. പിന്നെ അതിൽ കെട്ടി വയ്ക്കാം. തൽക്കാലം ഞാൻ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെച്ചെന്നുള്ളൂ. റൂം എടുത്താൽ അവിടെ വെള്ളം ഉണ്ടാവും, പക്ഷെ എന്നാലും ക്യാനിൽ കുറച്ച് സ്റ്റോക്ക് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് മുന്നോട്ട് പോകാം. ഇനിയും കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് ഡ്രൈവ് ആവും. അപ്പോൾ നാളത്തെ ദിവസം ഇപ്പോൾ തഞ്ചാവൂരായിരിക്കും. നാളത്തെ ദിവസം മിക്കവാറും തഞ്ചാവൂരായിരിക്കും. തഞ്ചാവൂരിലാണ് അടിപൊളി കാഴ്ചകളും അടിപൊളി അമ്പലങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നാളത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.